ഹേ ഗായ്സ്, BCUട്സിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. ദ ബോയ്സ് സീരീസിൻ്റെ സീസൺ 4 ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ശേഷം 3 എപ്പിസോഡ് ഇപ്പോൾ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. 8 എപ്പിസോഡ്സാണ് ഈ ഒരു സീസണിൽ വരാൻ പോകുന്നത്. സോ ഇതിന് മുമ്പ് വന്ന സീസൺ നോക്കി വലിയൊരു ബാങ്ങോട് കൂടിയായിരിക്കും നിന്നിട്ടുണ്ടാവുക. സോ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു 4th സീസണിൽ 3 എപ്പിസോഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പറയാൻ പോകുന്നത്. സോ ഓഫ് കോഴ്സ് ഇൻഡിവിജ്വലായിട്ടുള്ള ഈ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇപ്പോൾ 3 എപ്പിസോഡ് ചേർത്ത് വെച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു സീരീസ് നോക്കിയാണെങ്കിൽ തുടങ്ങിയത് ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എന്താ പറയുക, എല്ലാവരും ഓരോ ക്രൈസിസിൽ പെട്ട് അവർ ആ ക്രൈസിസ് സോൾവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു 3 എപ്പിസോഡ്സ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. എന്താ പറയുക, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവരൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ ഒരു 3 എപ്പിസോഡും പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് ഈ സീരീസ് ഇനി അങ്ങോട്ട് നമുക്ക് തരാൻ പോകുന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹോംലാൻഡർ. യെസ്, ഈ കഥാപാത്രം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളിയെ എതിർക്കാനായിട്ട് അവിടെ ആരും തന്നെ ഇല്ല. സോ എല്ലാവരും പുള്ളിക്ക് പറയുന്നതിന് ശരിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് അത് ആക്ച്വലി ബോറടിക്കുന്നുണ്ട്. കാരണം ഹീ ഈസ് മോസ്റ്റ് പവർഫുൾ. ആ യൂണിവേഴ്സ് തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടൊരു കഥാപാത്രമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ആൾക്കാരുണ്ടാക്കിയ നിയമം എന്താ പറയുക പാലിക്കേണ്ടി വരുന്നു. ഹോംലാൻഡർ തന്നെ ഈ സീരീസിൽ പലപ്പോഴും മനുഷ്യന്മാരെ ക്രോക്രോച്ചസ് എന്താ പറയുക പാറ്റയായിട്ടാണ് ഉപമിക്കുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചോളം മനുഷ്യന്മാരും അവരുടെ നിയമങ്ങളൊന്നും അദ്ദേഹത്തിന് ആപ്ലിക്കബിളല്ല. പക്ഷേ അദ്ദേഹം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, താൻ എന്ത് പറഞ്ഞാലും ചെയ്യാൻ വയ്ക്കുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം എന്ന രീതിക്ക് പോകുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ടോപ്പിലെത്തിയെങ്കിലും അദ്ദേഹം സന്തോഷമില്ല. അതുപോലെ തന്നെ എന്താ പറയുക, അദ്ദേഹത്തിന് വയസ്സാവുന്നുണ്ട്, അതിലൊക്കെ ടെൻഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ റയൻ തന്നെ അത്ര അങ്ങോട്ട് എന്താ പറയുക സ്നേഹിക്കുന്നില്ല എന്നുള്ള വിഷമമുണ്ട്. സോ ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥ കൂടി ആയിരിക്കും ഹോംലാൻഡർ ഈ ഒരു 3 എപ്പിസോഡിൽ പോയിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് ബ്രൂട്ടലായിട്ട് തന്നെയാണ് പുള്ളി പോകുന്നത്, ഇല്ല ഒന്നും പറയുന്നില്ല. ആൻഡ് വില്ലനൊക്കെ ആയിട്ടുള്ള ഹീറോ എടുത്ത് വരണ്ടേ. യെസ്, നമ്മളുടെ ബില്ലി ബുച്ചർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ക്രൈസിസിലൂടെയാണ് ഈ 3 എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം ബോയ്സ് ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. യെസ്, അത് മാത്രമല്ല നേരത്തെ സീസണിൽ അദ്ദേഹം ആ ഒരു സൂപ്പർ ഹീറോ ഡ്രഗ്സ് എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ അകത്ത് ബ്രെയിൻസിൻ്റെ അകത്ത് ലീച്ചസ് പോലത്തെ ചെറിയ ലീച്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 6 മാസത്തിൻ്റെ അകത്ത് മാത്രമേ അദ്ദേഹം ജീവിക്കാൻ സമയമുള്ളൂ. അത് മാത്രമല്ല, അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ചെറിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് ഹോംലാൻഡറിൻ്റെ കയ്യിൽ നിന്ന് റയനെ ആക്ച്വലി രക്ഷപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. രക്ഷപ്പെടുത്തിയാൽ മാത്രം പോരാ, താൻ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് ഒരാളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. സോ എന്താ പറയുക, കുറച്ച് ആ ഒരു കഥ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്താണ് ആ ഒരു കഥാപാത്രം. അത് ഈ സ്വന്തം ടീമിനെ ചതിച്ചായാലും കുഴപ്പമില്ല, റയനെ എങ്ങനെ രക്ഷപ്പെടുത്തി ഹോംലാൻഡറെ കൊല്ലുക എന്നൊരു ലക്ഷ്യത്തിലൂടെ ആയിരിക്കും ബില്ലി ബുച്ചർ ഈ ഒരു 3 എപ്പിസോഡിലും ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടാവുക. ആൻഡ് ഹുയിയുടെ അടുത്ത് വരികയാണെങ്കിൽ, നമ്മളുടെ സെക്കൻഡ് ഹീറോയുടെ അടുത്ത് വരികയാണെങ്കിൽ ആക്ച്വലി കഥാപാത്രം എന്താ പറയുക, ഇപ്പോഴും നമ്മുടെ സ്റ്റാർലൈറ്റ് ആ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും പുള്ളിയുടെ അച്ഛനൊരു സ്ട്രോക്ക് വന്ന് വീഴുകയും പുള്ളി തകർന്നു പോകുമ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ടാവും. സോ ആ ഫാമിലി പ്രോബ്ലമായിട്ട് പുള്ളിയും കുറച്ച് ആ ഒരു എന്താ പറയുക തൻ്റെ ഫാമിലി കേസിൽ പോയിട്ടുണ്ടാവും. സ്റ്റാർലൈറ്റിലേക്ക് വരികയാണെങ്കിൽ പുള്ളിക്കാരി സ്റ്റാർലൈറ്റ് എന്ന ഇമേജിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആനി എന്ന് പറയുന്ന ആ ഒരു പേഴ്സണായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷീ കാൺട്ട്, അങ്ങനെ ചെയ്യാനും പറ്റുന്നില്ല. പുള്ളിക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ആൻഡ് അവർക്കും ഹോംലാൻഡേഴ്സിൻ്റെ സപ്പോർട്ടേഴ്സിനുള്ള ഫൈറ്റ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഈ സമയത്ത് ഹോംലാൻഡേഴ്സിൻ്റെ കുറേ ആൾക്കാർ ഹോംലാൻഡർ തന്നെ ഹോംലാൻഡറുടെ ഫാൻസിനെ കൊന്നിട്ട് അത് ഇവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് വന്ന മദേഴ്സ് മിൽക്കിൻ്റെ മകളുടെ സ്റ്റെപ്പ് ഫാദറിനെ ഹോംലാൻഡർ ഒരു ഫാൻ ബോയ് ആണ്. അവരെ കൊന്നിട്ട് ആ കുറ്റം സ്റ്റാർലൈറ്റിൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ മേളിൽ കെട്ടിവെക്കാൻ പോകുന്ന ഒരു ക്രൈസിന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ കിമിക്കോ ആൻഡ് ഫ്രഞ്ചി. ആൻഡ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ സീസണിൽ അവർ ഒന്നിക്കും, അവർ തമ്മിലൊരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് പോകുന്ന ശേഷം പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇട്ട പോലെ നമ്മളുടെ ഫ്രഞ്ചിക്ക് ഒരു പുതിയ ബോയ് ഫ്രണ്ടിനെ ഈ സീസണിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ കിമിക്കോ അവരുടെ പഴയ ട്രാമയിൽ നിന്ന് ഇതുവരെയും വിട്ടു പോയിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് ആ ഹീലിംഗ് ഫാക്ടർ കൊടുത്തത് വളരെ നന്നായി. ഇല്ലെങ്കിൽ സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ മരിച്ചു പോകേണ്ടതാണ്. ആൻഡ് എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പ് കട്ടായിട്ട് ഫ്രഞ്ചിക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് കൊടുത്ത പോലെയും കാണിച്ചിട്ടുണ്ടാവും. സോ ഫ്രഞ്ചിയുടെ പാസ്റ്റ് തന്നിലേക്ക് വരും പോലെയും അതിൻ്റെ കുറേ മെൻ്റൽ സ്ട്രെസ്സിലൂടെ ഹ്യൂയി കടന്നു പോകുന്നുണ്ട്. കിമിക്കോയ്ക്ക് തൻ്റെ പഴയ, അതായത് തന്നെ ഒരു സ്ലേവായിട്ട് ഇവിടെ കൊണ്ടുവന്നത് അതുപോലെ പെട്ട ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനും ശ്രമിക്കും പോലെ ഈ ഒരു സീരീസിൽ ആ ഒരു ക്രൈസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. വിക്ടോറിയ ന്യൂമാൻ. യെസ്, അവരുടെ പവേഴ്സ് എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഷീ ഈസ് മോസ്റ്റ് പവർഫുൾ ആണെന്ന് തോന്നുന്നു. ഒരു സീനിൽ ഇവരെ കൊല്ലാൻ വേണ്ടി ഒരു ആസിഡ് നമ്മുടെ
ഹ്യൂയി ഇവരെ പുറത്ത് ഒഴിക്കുന്നുണ്ട്. ആസിഡ് അവരെ ഒന്നിനും ചെയ്യത്തില്ല, അവരുടെ ഡ്രസ്സ് മാത്രമേ ഇത് കത്തിക്കുകയുള്ളൂ. നമ്മളെ ബുച്ച് അവരെ തലയിൽ വെടിവെക്കും, ആ ബുള്ളറ്റ് അവരെ ദേഹത്ത് തട്ടി തെറിച്ചു പോകും. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് വിക്ടോറിയ ന്യൂമൻ വരുന്നുണ്ട്. അവർ പ്രസിഡൻ്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട്. സോ CAAക്ക് എത്രയും പെട്ടെന്ന് ഇവരെ കൊന്ന് ഇവരെ ആ സ്ഥാനത്ത് തന്നെ പുറത്തിറക്കണം, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് മദേഴ്സ് മിൽക്ക് ആക്ച്വലി ഇപ്പോൾ നോക്കിയാൽ ബോയ്സ് ടീമിനെ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം മദേഴ്സ് മിൽക്ക് നമ്മളെ ബോയ്സും CAAക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ബുച്ചർ ഇപ്പോൾ ആ ടീമിലില്ല, ബുച്ചറിനെ അവിടെ നിന്ന് അടിച്ച് പുറത്തിറക്കി. സൂപ്പർ 7ലേക്ക് 2 പുതിയ കഥാപാത്രങ്ങളുടെ അകത്ത് വന്നിരിക്കുകയാണ്, ഫയർ ക്രാക്കർ ആൻഡ് സിസ്റ്റർ സേജ്. ആ സിസ്റ്റർ സേജിനെ നോക്കുകയാണെങ്കിൽ ഇതൊരു വേൾഡ് സ്മാർട്ടസ്റ്റ് വുമൺ അല്ല, വേൾഡ് സ്മാർട്ടസ്റ്റ് പേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഥാപാത്രത്തിനെ ഹോംലാൻഡർ നേരിട്ട് പോയി അപ്പോയിൻ്റ് ചെയ്ത കഥാപാത്രമാണ്. കാരണം ഹോംലാൻഡറിനെ എതിർക്കാൻ തന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഹോംലാൻഡറിന് ഐഡിയ കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഇവർ കൊടുത്ത ഐഡിയയുടെ ബേസിസിലാണ് ഹോംലാൻഡർ തൻ്റെ ഫാൻസിനെ തന്നെ കൊന്നിട്ട് ആ ഒരു കുറ്റം മറ്റുള്ള ആ സ്റ്റാർലൈറ്റിൻ്റെ ഫാൻസിൻ്റെ മണ്ടേ കൊണ്ടിട്ടിരിക്കുന്നത്. യെസ്, ഈ ഒരു കഥാപാത്രം കുറച്ച് സിനിസ്റ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സിസ്റ്റർ സേജ് എന്ന കഥാപാത്രം ഭയങ്കര എന്താ പറയുക നോളജ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രം. അതുപോലെ തന്നെ ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞ പുതിയൊരു കഥാപാത്രം അകത്ത് വരുന്നുണ്ട്. ഇത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സൂപ്പർ ഹീറോയാണ്. അത് മാത്രമല്ല ഇവർ സ്റ്റാർലൈറ്റിനെ എന്താ പറയുക, സ്റ്റാർലൈറ്റിനെ ടാർഗറ്റ് ചെയ്ത് ഹെയ്റ്റ് പരത്തുന്ന ഒരു കഥാപാത്രമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അവർക്ക് അവിടെയായിട്ടുള്ള പാസ്റ്റ് ഉണ്ട്, ആൻഡ് അത് 3rd എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതിൻ്റെ പേരിൽ സ്റ്റാർലൈറ്റ് ഭയങ്കരമായിട്ട് ഡെസ്പ് ആകും പോലെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനം കാണിച്ചിട്ടുണ്ടാവും. ജെഫ് ഡെൻ മോർഗൻ എന്ന ആക്ടർ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട റോളിൽ വരുന്നുണ്ട്. അദ്ദേഹം ക്ലിയർ ആയിട്ട് ഏത് കഥാപാത്രമാണ് ചെയ്യുന്നത് അറിയത്തില്ല. ആൻഡ് ഇദ്ദേഹം നമ്മളുടെ ബില്ലി ബുച്ചറിൻ്റെ ഫ്രണ്ടായിട്ടാണ് ഈ സീരീസിൽ വരാൻ പോകുന്നത്. സോ ഈ സീരീസിൽ ബില്ലി ബുച്ചർ മരിക്കുകയാണെങ്കിൽ പോസിബിളി ബില്ലി ബുച്ചർ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ആ സൂപ്സിനെ കൊല്ലുന്ന ആ ഒരു പണി ചെയ്യാൻ പോകുന്നൊരു കഥാപാത്രമായിരിക്കാം. കുറച്ച് പ്രോമിസിങ് ആയിട്ടുള്ള ആക്ടറാണ് അദ്ദേഹം. സോ അതിൻ്റെ കഥാപാത്രം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതുപോലൊരു കഥാപാത്രം കോമിക്സിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര പവർഫുള്ളായ ഒരു കഥാപാത്രം ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പ്രസൻസ് ഈ സീരീസിന് വളരെ വലിയൊരു എന്താ പറയുക ഒരു ബൂസ്റ്റ് തരുന്നുണ്ടെന്ന് പറയേണ്ടി വരും. ഇതിലേക്ക് വരികയാണെങ്കിൽ ഹോംലാൻഡറിൻ്റെ മോനിലേക്ക് വരികയാണെങ്കിൽ പുള്ളിക്കാരൻ എന്താണ് ആക്ച്വലി ചെയ്യുന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിയത്തില്ല. നമ്മളുടെ ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ബില്ലി ബുച്ചർ മരിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞു തൊട്ട് പുള്ളി കുറച്ച് ഡെസ്പാണ് ഈ കഥാപാത്രം. ആൻഡ് അതുപോലെ തന്നെ ഹോംലാൻഡർ പുള്ളിക്കാരനെ പോലെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആക്സിഡൻ്റലി ഒരു സ്റ്റൺമാനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് ഈ കഥാപാത്രം. സോ ആ ഒരു അച്ഛൻ മകൻ ബന്ധം എന്താ പറയുക, ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഹോംലാൻഡറിൻ്റെ ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് മാറ്റർ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അനുഭവ ടോർച്ചറും ഫ്ലാഷ് ബാക്ക് ഈ ഒരു 3rd എപ്പിസോഡിൽ, ഈ സീസൺ 4 3rd എപ്പിസോഡിൽ കാണിച്ച് പോകുന്നുണ്ട്. സോ 4th എപ്പിസോഡ് വലിയൊരു ബാങ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ സോൾജർ ബോയ് പോലൊരു കഥാപാത്രം 3rd സീസണിൽ ഉണ്ടായിരുന്നു. അത് വളരെ വലിയൊരു എന്താ പറയുക സക്സസ് ആയിരുന്നു. സോ ഈ 4th സീസണിൽ എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാനുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സോ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് ക്രൈസിസിലൂടെ കടന്നു പോകുന്നതാണ് ഈ 3 എപ്പിസോഡിലും കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അവരുടെ പേഴ്സണൽ പ്രോബ്ലം എന്താ പറയുക തല പോകുന്ന കാര്യങ്ങളുള്ളൊരു എപ്പിസോഡായിരുന്നു. പക്ഷേ ഭയങ്കര സ്ലോ ബേണിംഗ് ആയിട്ടുള്ള ഭയങ്കര സ്ലോ ആയിട്ട് എടുത്തുകൊണ്ട് പോയ 3 എപ്പിസോഡ്സ് ആയിരുന്നു. നിങ്ങൾ എത്ര പേര് എൻ്റെ അടുത്ത എപ്പിസോഡിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ബോയ്സ് ഫാൻസ് ഉള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും ദിസ് ഫിഷൻ സൈനിങ് ഓഫ്.